empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രഷല പ്രോഗ്രാമിന്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പഴയ നിയമത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന സാംസന്റെ അമ്മയെ കുറിച്ചായിരുന്നു, അല്ലെങ്കിൽ മനോവയുടെ ഭാര്യയെ കുറിച്ചായിരുന്നു. അവളുടെ പേരെന്താണെന്ന് കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്നില്ലെങ്കിലും അവളുടെ ജീവിതത്തിലൂടെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട, നമ്മളുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കേണ്ട ചില പാഠങ്ങൾ കർത്താവ് നമ്മെ പഠിപ്പിക്കുകയായിരുന്നു. അവൾ സാധാരണക്കാരിയായ ഒരു സ്ത്രീ ആയിരുന്നു. അവൾ അങ്ങനെ ജീവിച്ചു പോകുമ്പോൾ വലിയൊരു ശ്രേഷ്ഠമായ വിളിയിലേക്ക് കർത്താവ് അവളെ നയിക്കുകയാണ്. തനിക്ക് ആ വിളി ലഭിച്ചതു മുതൽ അവളുടെ ജീവിതം തന്നെ മാറിപ്പോവുകയാണ്. അവളുടെ ജീവിതചര്യകൾ അവൾ മാറ്റുകയാണ്. തന്റെ വിളിക്കനുസൃതമായ ഒരു ജീവിതത്തിലേക്ക് അവൾ കടന്നു വരികയാണ്. നാം ഓരോരുത്തരും ഇതുപോലെ ശ്രേഷ്ഠമായ ഒരു വിളി ലഭിച്ചവരാണെന്ന് നമ്മൾ കണ്ടു. കർത്താവിന്റെ ആ ഒരു സഹവാസത്തിലേക്ക് കർത്താവ് തന്നെ മനസ്സായി നമ്മെ തെരഞ്ഞെടുത്ത് കൊണ്ടുവന്നവരാണ് നാം ഓരോരുത്തരും. ആ വിളിക്കനുസരിച്ചുള്ള ഒരു ജീവിതം നയിക്കാൻ അതിന്റെ ഒരു ആവശ്യകത, പ്രാധാന്യം, ഇതെല്ലാമാണ് നമ്മൾ കണ്ടത്. 65-ാം സങ്കീർത്തനം 4-ാം തിരുവാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: അങ്ങയുടെ അങ്കണത്തിൽ വസിക്കാൻ അങ്ങു തന്നെ തിരഞ്ഞെടുത്ത് കൊണ്ടുവരുന്നവൻ ഭാഗ്യവാൻ. അങ്ങയുടെ അങ്കണത്തിൽ വസിക്കാൻ, കർത്താവിന്റെ സഹവാസത്തിലായിരിക്കാൻ കർത്താവ് തന്നെ തെരഞ്ഞെടുത്ത് കൊണ്ടുവന്നവരാണ് നാം ഓരോരുത്തരും. പരിശുദ്ധ വചനത്തിലൂടെ നമ്മൾ ആ വചനം കണ്ടതാണ്. കർത്താവിന്റെ സഹവാസത്തിലേക്ക് കർത്താവ് നമ്മെ കയറ്റിയിരിക്കുകയാണ്. ആ വിളിക്കനുസരിച്ച്, ആ ഒരു തെരഞ്ഞെടുപ്പിനനുസരിച്ച് സന്തോഷത്തോടെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാനായിട്ട്, കർത്താവിന്റെ വിളിക്കനുസരിച്ചുള്ള ജീവിതം നയിക്കുവാനായിട്ട് നാം ഓരോരുത്തരും കടപ്പെട്ടവരാണ്. ആ ഒരു കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട്, ഒപ്പം തന്നെ ഇന്നത്തെ ശുശ്രൂഷകളെ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുത്തുകൊണ്ട് നാം ആയിരിക്കുന്നിടത്തിരുന്ന് നമുക്ക് ഒന്നു ചേർന്ന് ഏക മനസ്സായി നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. നമുക്ക് ലഭിച്ച ഉന്നത വിളിയോർത്ത്, കർത്താവ് നൽകിയ തെരഞ്ഞെടുപ്പിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന. ആരാധിക്കാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ. ആരാധിക്കാൻ നമുക്ക് കാരണമുണ്ട്, ആമേൻ, ആമേൻ. കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയാണ്. അങ്ങ് നൽകിയ ശ്രേഷ്ഠമായ ഉന്നതമായ വിളിയോർത്ത്, അങ്ങയുടെ സഹവാസത്തിലേക്ക് അങ്ങ് ഞങ്ങളെ നയിച്ചതിനെ ഓർത്ത് കർത്താവേ ഞങ്ങൾ നന്ദി പറയുന്നു. യോഗ്യതയൊന്നുമില്ല, യാതൊരു ശ്രേഷ്ഠതയുമില്ല, എങ്കിലും അങ്ങയുടെ വിളിയോർത്ത് കർത്താവേ ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉന്നത വിളിയാൽ വിളിച്ചു നമ്മെ, ലഭിച്ചതോ ഉള്ളിൽ പോലും നിനച്ചതല്ല. ഉന്നത വിളിയാൽ വിളിച്ചു നമ്മെ, ലഭിച്ചതോ ഉള്ളിൽ പോലും നിനച്ചതല്ല. ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിടുന്നു. ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. നന്ദി ഈശോയെ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അങ്ങ് നൽകിയ ശ്രേഷ്ഠമായ വിളിയോർത്ത്, അങ്ങ് നടത്തുന്ന വിധങ്ങളെ ഓർത്ത്, അങ്ങയുടെ കരുതലിനെ ഓർത്ത് കർത്താവേ ആരാധന, ആരാധന, ആരാധന. ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മേ മാതാവേ, ഞങ്ങൾ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്.
തനിക്ക് ലഭിച്ച വിളിയെ, തൻ്റെ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും ശ്രേഷ്ഠമായി കരുതി അതിന് വേണ്ടുന്ന രീതിയിൽ, അതിന് യോഗ്യമായ രീതിയിലുള്ള ജീവിതം ഞങ്ങൾ ജീവിച്ച് കാണിച്ചു തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, ആ ഒരു കൃപ, ആ ഒരു അഭിഷേകം ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി അമ്മയെ പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, തിരുകുടുംബത്തിന്റെ പാലക, തൻ്റെ ഉന്നതമായ വിളിയോട് ഏറ്റവും വിശ്വസ്തത പുലർത്തിയ ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങൾക്ക് വിളിക്ക് അനുസരിച്ച് ജീവിക്കുവാൻ, അതിനനുസൃതമായ ജീവിതം നയിക്കുവാൻ, അതിന് യോഗ്യമായ ജീവിതം നയിക്കുവാൻ യോസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ മനോവയുടെ ഭാര്യയെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കാൻ പോവുകയാണ്. അവളിലൂടെ നാം ഓരോരുത്തരോടും കർത്താവ് എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കാനായി പോവുകയാണ്. നമുക്കറിയാം, വളരെ ശ്രേഷ്ഠമായൊരു വിളി അവൾക്ക് ലഭിക്കുകയാണ്. ഒന്നുമില്ലാതിരുന്ന, കുഞ്ഞുങ്ങളൊന്നുമില്ലാതെ വിഷമിച്ചിരുന്ന ആ ഒരു അവസ്ഥയിൽ കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അവളോട് കർത്താവ് അവൾക്കൊരു കുഞ്ഞിനെ നൽകാൻ പോവുകയാണെന്ന് പറയുന്നുണ്ട്. കർത്താവിൻ്റെ ദൂതൻ നൽകിയ ആ ഒരു സന്ദേശത്തോട് പൂർണ്ണമായും വിധേയപ്പെടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അവൾ അത് പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. ആ വിളിക്കനുസരിച്ച് കർത്താവിൻ്റെ ദൂതൻ കുറെ കണ്ടീഷൻസ് ഒക്കെ പറയുന്നുണ്ട്. ആ ഒരു വിളിക്കനുസരിച്ച് അവളുടെ ജീവിതത്തെ തന്നെ അവൾ ക്രമീകരിക്കുകയാണ്. ഇന്ന് കൂടുതലായിട്ട് അവളുടെ വ്യക്തി ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. നമുക്കറിയാം, ഈ ഒരു കർത്താവിൻ്റെ ദൂതന്റെ പ്രത്യക്ഷീകരണം തനിക്ക് ലഭിച്ച ഉടനെ തന്നെ കർത്താവിൻ്റെ ദൂതൻ വന്നു, കാര്യങ്ങളെല്ലാം പറഞ്ഞു, കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ ഉടൻ തന്നെ അവൾ എന്താ ചെയ്യുന്നത്? നമുക്ക് തിരുവചനത്തിലേക്ക് കടന്നു വരാം. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം, അവിടെ 6-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവൾ ഭർത്താവിനോട് പറഞ്ഞു, ഒരു ദൈവപുരുഷൻ എൻ്റെ അടുത്തു വന്നു. അവൻ്റെ മുഖം ദൈവദൂതൻ്റേതുപോലെ പേടിപ്പെടുത്തുന്നതാണ്. എവിടെ നിന്ന് വരുന്നുവെന്ന് അവനോട് ഞാൻ ചോദിച്ചില്ല. അവൻ പേര് പറഞ്ഞതുമില്ല. ഇവിടെ ദൈവദൂതനെ കുറിച്ചുള്ള ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനോവയുടെ ഭാര്യ മനോവയോട് എല്ലാ കാര്യങ്ങളും, എന്താണ് ദൂതൻ വന്ന് പറഞ്ഞത്, എന്തായിരുന്നു തങ്ങൾക്ക് ഉണ്ടായിരുന്ന ആ സന്ദേശം, ആ സന്ദേശത്തിലെ കണ്ടീഷൻസ് എന്തെല്ലാമാണ്, ഇതെല്ലാം വളരെ വ്യക്തമായി മനോവയോട് പങ്കുവയ്ക്കുന്ന ഭാര്യയെ നമ്മൾ അവിടെ കാണുന്നത്. തനിക്ക് ലഭിച്ച ആ ഒരു ദർശനത്തെ, അല്ലെങ്കിൽ ആ ദൈവപുരുഷന്റെ സന്ദർശനത്തെ വളരെ വിശദമായിട്ട് തന്നെ ആ ഭാര്യ മനോവയോട് പങ്കുവെക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ കണ്ടു, മനോവയുടെ ഭാര്യ ഇത് കേട്ടപടി അത് വിശ്വസിക്കുകയാണ്. അതിനനുസരിച്ച് തന്റെ ജീവിതത്തെ ക്രമീകരിക്കാൻ അവൾ തയ്യാറാവുകയാണ്. അതെല്ലാം വിശ്വസിച്ച് ദൈവപുരുഷന്റെ സന്ദർശനമാണെന്ന് മനോവയോട് പങ്കുവെക്കുന്നുണ്ട്. എന്നാൽ മനോവയെ സംബന്ധിച്ചിടത്തോളം ഇത് കേട്ടപ്പോൾ അത് വിശ്വസിക്കാൻ അത്ര എളുപ്പമായിരുന്നില്ല. മനോവ എന്താ ചെയ്തേ? ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കർത്താവിനോട് മനോവ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരിക്കൽ കൂടി ഒരു കൺഫർമേഷന് വേണ്ടി, എന്താണ് കർത്താവിന്റെ ഉദ്ദേശമെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കണമെന്ന് പറഞ്ഞ് മനോവ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം കൊടുക്കുകയും ചെയ്തു. നമുക്ക് 10-ാം തിരുവാക്യത്തിലേക്ക് കടന്നു വരാം. അവിടെ വീണ്ടും ആ ദൂതൻ മനോവയുടെ ഭാര്യയ്ക്ക് തന്നെ വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ്. ഇത് 2-ാമത്തെ തവണയാണ് കർത്താവിന്റെ ദൂതൻ മനോവയുടെ ഭാര്യയുടെ അടുക്കലേക്ക് വരുന്നത്. കർത്താവിന്റെ ദൂതൻ വന്നതും അവൾ എന്താ ചെയ്തേ? 10-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവൾ പെട്ടെന്ന് ഓടിച്ചെന്ന് ഭർത്താവിനോട് പറഞ്ഞു, എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വന്നയാൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. കർത്താവിന്റെ ദൂതൻ വന്നപടി പെട്ടെന്ന് തന്നെ അവൾ ഓടി ചെല്ലുകയാണ് ഭർത്താവിന്റെ അടുക്കലേക്ക്. ഭർത്താവിന്റെ സംശയത്തെക്കുറിച്ച് ഇവൾക്ക് അറിയാം. അവൾ ഓടി ചെല്ലുകയാണ് ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരുവാനായിട്ട്. ഉടനെ മനോവ അവളോടൊപ്പം കർത്താവിന്റെ ദൂതൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് വരുന്നുണ്ട്. അവർ ഇരുവരും ചേർന്ന് കർത്താവിന്റെ ദൂതനോട് സംസാരിക്കുന്നു. ദൂതൻ വീണ്ടും ആ കാര്യങ്ങളെല്ലാം പറയുന്നു. അപ്പോഴും മനോവയ്ക്ക് അതൊരു കർത്താവിന്റെ ദൂതനാണെന്ന് വ്യക്തമായിരുന്നില്ല. അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. അപ്പോൾ അവർ ഒരുമിച്ച് ബലി അർപ്പിക്കുന്നു. ബലി അർപ്പിക്കുന്ന സമയത്ത് കർത്താവിന്റെ വലിയൊരു ഇടപെടൽ അവിടെ ഉണ്ടാവുകയാണ്. നമുക്ക് 20-ാം വാക്യത്തിലേക്ക് ഒന്ന് കടന്നു വരാം. ബലിപീഠത്തിൽ നിന്ന് അഗ്നിജ്വാല ആകാശത്തിലേക്ക് ഉയർന്നു. മനോവയും ഭാര്യയും നോക്കി നിൽക്കെ കർത്താവിന്റെ ദൂതൻ
ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ ഉയർന്നുപോയി. അവർ നിലത്ത് കമിഴ്ന്നു വീണു. ഈ ഒരു സംഭവം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. അവർ ഒരുമിച്ച് ബലിയർപ്പിക്കുന്നു. ബലിയർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആ ഒരു ഇതിലൂടെ തന്നെ, ആ ഒരു പുകയിലൂടെ കർത്താവിന്റെ ദൂതൻ ആകാശത്തിലേക്ക് ഉയർന്നു പോവുകയാണ്. ഈ സംഭവം കണ്ടപ്പോഴാണ് മനോവയ്ക്ക് അത് ദൈവദൂതനായിരുന്നു എന്ന്, കർത്താവിൽ നിന്ന് വന്ന ഒരു ദൈവ പുരുഷനായിരുന്നു എന്ന് ഉറപ്പായത്. ഇതറിഞ്ഞ നിമിഷം തന്നെ മനോവ ആകെ പേടിച്ചരണ്ടു പോവുകയാണ്. നമുക്ക് തിരുവചനത്തിലേക്ക് കടന്നു വരാം. 22-ാം തിരുവാക്യം. മനോവ ഭാര്യയോട് പറഞ്ഞു, ദൈവത്തെ കണ്ടതുകൊണ്ട് നാം തീർച്ചയായും മരിക്കും. മനോവ കർത്താവിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ള തിരിച്ചറിവിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വലിയൊരു ഭയത്തിലേക്ക് കടന്നു പോവുകയാണ്. തങ്ങൾ കർത്താവിനെ കണ്ട സ്ഥിതിക്ക് ഉറപ്പായിട്ടും തങ്ങൾ മരിക്കും എന്നുള്ള ഒരു ബോധ്യതലത്തിലേക്ക് മനോവ കടന്നു പോവുകയാണ്. എന്നാൽ ഇത്രയേറെ പ്രാവശ്യം, 2 പ്രാവശ്യം വ്യക്തിപരമായിട്ട് മനോവയുടെ ഭാര്യയുടെ അടുക്കൽ ഈ ദൂതൻ വന്നിട്ടുണ്ട്. ദൂതനുമായി അത്യാവശ്യ കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ മനോവയുടെ ഭാര്യ ഈ സംഭവം ഒക്കെ കഴിഞ്ഞപ്പോഴും വളരെ കാമായിട്ട് അവിടെ നിൽക്കുകയാ. വളരെ വിശ്വാസത്തിന്റെ ഒരു പ്രതീകമായിട്ട് അവൾ നിൽക്കുകയാണ്. അവൾ എന്താ ഇതിന് ഉത്തരമായിട്ട് പറഞ്ഞു കൊടുത്തത്? അവൾ പറഞ്ഞു, നമ്മെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ കർത്താവ് നമ്മുടെ കയ്യിൽ നിന്ന് ദഹനബലിയും ധാന്യബലിയും സ്വീകരിക്കുകയോ ഇക്കാര്യങ്ങൾ കാണിച്ചു തരികയോ അറിയിക്കുകയോ ചെയ്യുമായിരുന്നില്ല. ഇവിടെ വളരെ സ്മാർട്ടായിട്ടുള്ള, ജ്ഞാനത്താൽ നിറഞ്ഞ, വളരെ ശാന്തതയോടെ എന്നാൽ വളരെ മെച്യൂർ ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു സ്ത്രീയെ നമ്മൾ ഇവിടെ കാണുന്നത്. കർത്താവിന്റെ ദൂതൻ അവളുടെ അടുക്കൽ വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞതിന്റെ പിന്നിലെ എല്ലാ കാര്യങ്ങളും, രഹസ്യങ്ങളെല്ലാം അവൾ മനസ്സിലാക്കിയിരുന്നു. അവൾക്കതെല്ലാം വ്യക്തമായിരുന്നു. തന്റെ പേടിച്ചു പോയ, ഭയന്ന് വിറച്ചു നിൽക്കുന്ന ഭർത്താവിന് താങ്ങായിട്ട് അവൾ നിൽക്കുകയാണ്. അവനെ ആശ്വസിപ്പിക്കുകയാണ്. കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഒരു ഭാര്യയുടെ വലിയൊരു ഉത്തരവാദിത്വം അവൾ നിറവേറ്റുന്നതായി നമുക്കിവിടെ കാണാൻ സാധിക്കും. മനോവയുടെ ഭാര്യ എന്ന് കർത്താവ് അവളെ എടുത്തു പറയാൻ, അവളുടെ പേരൊന്നും കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്നില്ല. എന്നാൽ ഓരോ പ്രാവശ്യവും മനോവയുടെ ഭാര്യ എന്ന് പറയുമ്പോൾ എത്രമാത്രം ആ ഒരു ഭാര്യാ പദത്തിന്റെ ആ അർത്ഥം അവളുടെ ജീവിതത്തിൽ നിറവേറ്റി എന്ന് കർത്താവ് നമുക്ക് കാണിച്ചു തരികയാണ്. ആ കുടുംബത്തിന്റെ ശരിക്കും പറഞ്ഞാൽ ഒരു അത്താണിയായിട്ടാണ് അവൾ നിൽക്കുന്നത്. കർത്താവിന്റെ ദൂതൻ വന്ന് പേടിച്ചരണ്ട് നിൽക്കുന്ന ഭർത്താവിനെ തന്റെ വാക്കുകളാൽ ആശ്വസിപ്പിക്കുന്ന, ധൈര്യപ്പെടുത്തുന്ന ഒരു ഭാര്യയെ നമ്മൾ ഇവിടെ കാണുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 18-ാം തിരുവാക്യത്തിൽ ആദത്തിന് തുണയായി ഹവ്വായെ കർത്താവ് കൊടുക്കുമ്പോൾ കർത്താവിന്റെ മനസ്സിലെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് നമുക്ക് അവിടെ തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കും. തിരുവചനം എന്താ പറയുന്നത്? ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ഇവിടെ ആദത്തിന് ചേർന്ന ഇണയായി ഹവ്വായെ കർത്താവ് ചേർത്ത് കൊടുക്കുകയാ. ആദത്തിലെ ആ ഒരു പൂർണ്ണതയില്ലായ്മയെ ഹവ്വായായിട്ട് പൂർണ്ണമാക്കുകയാ. അത് തന്നെയല്ലേ ഇവിടെ നമ്മൾ കാണുന്നത്. മനോവയുടെ ഭാര്യ എന്ന നിലയിൽ അവന് ചേർന്ന ഇണയായിട്ടാ നമ്മൾ ഇവിടെ ഈ സഹോദരിയെ കാണുന്നത്. അവൾ തന്റെ ഭർത്താവിന്റെ ആ ഒരു കുറവുകളെല്ലാം നികത്തുന്നവളായിട്ടാ നമ്മൾ അവിടെ കാണുന്നത്. മനോവയ്ക്ക് ചേർന്ന ഇണയായി അവന്റെ ഭാര്യ ഇവിടെ നിൽക്കുകയാണ്. നാം ഓരോരുത്തരെയും പാഠം പഠിപ്പിക്കുവാനായിട്ട് ഇതിൽ നിന്ന് നാം ഓരോരുത്തരോടും കർത്താവ് പറയുന്ന കാര്യം അത് നമ്മൾ തിരിച്ചറിയുക. പ്രിയമുള്ളവരെ, ഒരു ഭാര്യ എന്ന നിലയിൽ നമ്മുടെ വലിയൊരു ഉത്തരവാദിത്വത്തെ കർത്താവ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഭർത്താവിന് താങ്ങായി തുണയായി നിൽക്കുവാനുള്ള ആ ഒരു വലിയ വിളിയാണ് മനോവയുടെ ഭാര്യയിലൂടെ കർത്താവ് നമുക്ക് നൽകുന്നത്. വീണ്ടും മനോവയുടെ ഭാര്യയുടെ അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നമുക്കറിയാം, അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും എന്ന് കർത്താവ് വാഗ്ദാനം ചെയ്തു. തുടർന്ന് ഒരു ഗർഭവതിയായിട്ട് അവൾ മാറുകയാണ്. തന്റെ ഗർഭാവസ്ഥയിൽ അവൾ എടുത്ത നിലപാടുകൾ എന്താണെന്ന്, അവൾ എത്രമാത്രം തന്റെ കുഞ്ഞിന് വേണ്ടി വില കൊടുത്തുവെന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടതാണ്. ഗർഭിണിയായ ഓരോ അമ്മമാർക്കും ഗർഭാവസ്ഥയിൽ കർത്താവ് നാം ഓരോരുത്തരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് മനോവയുടെ ഭാര്യയിലൂടെ, സാംസന്റെ അമ്മയിലൂടെ കർത്താവ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. കർത്താവിന്റെ വചനം എന്താ പറയുന്നത്? ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം
4-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അതുകൊണ്ട് നീ സൂക്ഷിക്കണം. കർത്താവിന്റെ ദൂതൻ വാഗ്ദാനം പറഞ്ഞ ശേഷം നീ ഗർഭിണിയാകും എന്ന് പറഞ്ഞതിന് ശേഷം പറയുകയാണ്, അതുകൊണ്ട് ഗർഭാവസ്ഥയിലേക്ക് കടക്കുമ്പോൾ നീ സൂക്ഷിക്കണം. എന്താണ് അവൾ ചെയ്യേണ്ടത്? വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത്, അശുദ്ധമായതൊന്നും ഭക്ഷിക്കുകയും അരുത്. തുടർന്ന് വീണ്ടും 13-14 വാക്യങ്ങളിലൂടെ കർത്താവിന്റെ ദൂതൻ വീണ്ടും ഇതേ കാര്യം തന്നെ ഉറപ്പിച്ച് പറയുകയാണ്. കർത്താവിന്റെ ദൂതൻ മനോവയോട് പറഞ്ഞു, ഞാൻ സ്ത്രീയോട് പറഞ്ഞതെല്ലാം അവൾ പാലിക്കട്ടെ. മുന്തിരിയിൽ നിന്നുള്ളതൊന്നും അവൾ ഭക്ഷിക്കരുത്, വീഞ്ഞോ ലഹരി പദാർത്ഥമോ കുടിക്കരുത്, അശുദ്ധമായതൊന്നും തിന്നുകയും അരുത്. ഞാൻ അവളോട് കൽപ്പിച്ചതൊക്കെ അവൾ പാലിക്കണം. ഒരു ഗർഭിണിയായ അമ്മ എന്ന നിലയിൽ അവൾക്ക് ലഭിച്ച കൽപ്പനകളെല്ലാം അവൾ പാലിക്കണം. അവൾ വളരെയേറെ സൂക്ഷിക്കണം. ഗർഭാവസ്ഥയിൽ നമ്മുടെ കുഞ്ഞിനെ എത്രമാത്രം നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവർത്തനങ്ങളും ഏൽക്കും, അത് അഫക്റ്റ് ചെയ്യും എന്നത് വ്യക്തമാക്കി തരുന്ന ഒരു ഭാഗമാണിത്. നമ്മൾ അങ്ങനെ വെറുതെ അങ്ങനെ പോകാനായിട്ട് വിളിക്കപ്പെട്ടവരല്ല. ഗർഭിണിയായിരിക്കുന്ന ഓരോ സ്ത്രീയും തൻ്റെ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞിനു വേണ്ടി വില കൊടുത്ത് വളരെയേറെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകണമെന്ന് ഇവിടെ കർത്താവിന്റെ വചനം നമുക്ക് പറഞ്ഞു തരുന്നത്. പുതിയ നിയമത്തിൽ നമുക്കിത് കാണുവാനായിട്ട് സാധിക്കും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ സ്നാപക യോഹന്നാന്റെ ജനനവുമായി ബന്ധപ്പെട്ടും കർത്താവിന്റെ ദൂതൻ നേരത്തെ തന്നെ എലിസബത്തിന്റെ അടുക്കൽ വന്ന് ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അവിടെ എന്നാൽ തിരുവചനം വളരെയേറെ വാഗ്ദാനങ്ങളാണ് നൽകുന്നത്. 1-ാം അധ്യായം 15-16 തിരുവാക്യങ്ങൾ ഗർഭാവസ്ഥയിൽ കുഞ്ഞിനെ സംവഹിക്കുന്ന ഓരോ അമ്മമാർക്കുമുള്ള വലിയൊരു വാഗ്ദാനമാണ്. തിരുവചനം എന്താ പറയുന്നത്? കർത്താവിന്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും. അവൻ, അതായത് ഉദരത്തിലായിരിക്കുന്ന സ്നാപക യോഹന്നാനെ കുറിച്ച് ദൂതൻ പറയുന്നത്, അവൻ വലിയവനായിരിക്കും. വീഞ്ഞോ മറ്റ് ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല. അമ്മയുടെ ഉദരത്തിൽ വെച്ചു തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും. ഇവിടെ എന്താ തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നേ? അമ്മയുടെ ഉദരത്തിൽ വെച്ചു തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. ഉദരത്തിൽ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനാൽ അവർ നിറയുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു വരാൻ അവർക്ക് സാധിക്കും. അതാ അമ്മമാരുടെ ഒരുക്കം, അമ്മമാരുടെ വില കൊടുക്കൽ, അമ്മമാർക്ക് അതിനെക്കുറിച്ചുള്ള ശ്രദ്ധ, അതൊക്കെ ഒത്തിരിയേറെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളാണെന്ന് ഇവരിലൂടെ എല്ലാം തിരുവചനം പറഞ്ഞു തരുന്നത്. എലിസബത്തും മനോവയുടെ ഭാര്യയും എല്ലാം അത് വളരെ ശ്രേഷ്ഠതയോടെ കൈകാര്യം ചെയ്ത വ്യക്തികളായിരുന്നു. അവരുടെ മക്കൾ ഉദരത്തിൽ വെച്ച് തന്നെ അഭിഷേകം പ്രാപിക്കാൻ, പരിശുദ്ധാത്മാവിനാൽ നിറയാൻ അവരാൽ വേണ്ടതെല്ലാം അവർ ചെയ്തതായി നമുക്ക് കാണുവാനായി സാധിക്കും. ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് ജെറമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ വളരെ ശ്രേഷ്ഠമായ ഒരു വാക്യം നമുക്ക് കാണുവാൻ സാധിക്കും. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം തിരുവാക്യം. മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിനു മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിനു മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. ഓരോ കുഞ്ഞിനെയും കുറിച്ചുള്ള നിയോഗം മാതാവിന്റെ ഉദരത്തിലേക്ക് അവർ വരുന്നതിന് മുൻപ് തന്നെ കർത്താവ് തയ്യാറാക്കി വെക്കുന്നതാണ്. അപ്പോൾ ഉദരത്തിലേക്ക് കടന്നു വരുന്ന ആ നിമിഷം മുതൽ ആ അമ്മയ്ക്കുള്ള ആ ഒരു വലിയ റോൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രാർത്ഥിച്ചും ആ കുഞ്ഞിന് വേണ്ടുന്നതായ കാര്യങ്ങൾ ഉദരത്തിലാണെങ്കിൽ പോലും വളരെയേറെ വില കൊടുത്ത കുഞ്ഞിനു വേണ്ടി പലതും ചെയ്യാൻ നമുക്ക് സാധിക്കും. മനോവയുടെ ഭാര്യ അതല്ലേ നമുക്ക് കാണിച്ചു തന്നത്? അങ്ങനെ കർത്താവ് കൊടുത്ത വാഗ്ദാനം അനുസരിച്ച്, നിർദ്ദേശം അനുസരിച്ച് അവൾ കാലക്രമത്തിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകുകയാണ്. എന്താ തിരുവചനം അതിനെക്കുറിച്ച് പറയുന്നേ? 13-ാം അധ്യായം 24-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു, സാംസൺ എന്നവന് പേരിട്ടു. കുട്ടി വളർന്നു, കർത്താവ് അവനെ അനുഗ്രഹിച്ചു. അങ്ങനെ കർത്താവ് നൽകിയ നിർദ്ദേശങ്ങളെല്ലാം അതുപോലെ അവൾ പ്രാവർത്തികമാക്കിക്കൊണ്ട് കർത്താവിന്റെ ആ ഒരു അനുഗ്രഹത്തെ അവൾ പ്രാപിക്കുകയാണ്. ഒരു കുഞ്ഞിന് അവൾ ജന്മം നൽകി, സാംസൺ എന്നവന് പേരിട്ടു. കർത്താവ് അവനെ അനുഗ്രഹിച്ച് തൊട്ടടുത്ത വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, പരിശുദ്ധാത്മാവ് അവനിലൂടെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഇസ്രായേലിനെ വിമോചിപ്പിക്കുക എന്നതായിരുന്നു അവന്റെ നിയോഗം. ആ ഒരു പ്രവർത്തനം അവനിലൂടെ കർത്താവ് ആരംഭിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നാസീർ വ്രതത്തിൽ ആ അമ്മ കുഞ്ഞിനെ വിജയകരമായി വളർത്തിക്കൊണ്ട് വരികയാണ്. എന്നാൽ അവൻ വലുതായി കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ വഴിയിൽ നിന്ന് അവൻ പിന്മാറുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. വഴി തെറ്റിപ്പോകുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും.
ഫിലിസ്ത്യ യുവതിയെ വിവാഹം ചെയ്യണമെന്ന് അവന്റെ ആഗ്രഹം അവൻ തന്റെ വീട്ടിൽ വന്ന് പറയുകയാണ്. ഇതറിഞ്ഞിട്ട് ഇത് തെറ്റാണെന്ന് വളരെ വ്യക്തമായി അറിയാവുന്ന അവന്റെ മാതാപിതാക്കൾ എന്താ ചെയ്തത്? നമുക്ക് 14-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. അവിടെ 3-ാം തിരുവാക്യത്തിന്റെ ആദ്യ ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവർ പറഞ്ഞു, നിന്റെ ബന്ധുക്കളിലോ നമ്മുടെ ജനത്തിലോ സ്ത്രീകളില്ലാഞ്ഞിട്ടാണോ നീ അപരിചിതരായ ഫിലിസ്ത്യരുടെ ഇടയിൽ ഭാര്യയെ അന്വേഷിക്കുന്നത്? ഇവിടെ തെറ്റിലേക്ക് പോകുന്ന തന്റെ മകനെ തിരുത്തി കൊടുക്കുന്ന മാതാപിതാക്കളെ നമ്മൾ കാണുക. എന്നാൽ ഇതിന് നേർ വിപരീതമായി നമുക്കറിയാം, പുരോഹിതനായ ഏലി സാമുവേൽ പ്രവാചകന്റെ കാലത്ത് അവന്റെ മക്കൾ വളരെ ദുർമാർഗത്തിൽ നടന്നപ്പോഴും ഒത്തിരിയേറെ കർത്താവിനെ വേദനിപ്പിച്ചപ്പോഴും അവരെ തിരുത്താൻ ഏലി പുരോഹിതൻ തയ്യാറാവുന്നില്ല. എന്താ ഉണ്ടായത്? അവരുടെ കുടുംബം ഒന്നടങ്കം അവർ നശിച്ചു പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. മക്കളെ തിരുത്തുന്നതിന്റെ പ്രാധാന്യം, തെറ്റിലേക്ക് പോകുമ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവരേണ്ടതിന്റെ പ്രാധാന്യം പരിശുദ്ധ വചനം വ്യക്തമാക്കി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മക്കൾക്ക് ദൈവിക കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ നന്മയിൽ വളർത്തണമെന്ന് പരിശുദ്ധ വചനം പല ആവർത്തി ആഹ്വാനം ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, വിശുദ്ധ മോനിക്കാമ്മ ഒത്തിരിയേറെ പ്രാവശ്യം അഗസ്തിനോസിനെ തിരുത്തി പക്ഷെ ഒരിക്കലും തിരിച്ചു വരുന്നില്ല എന്ന് കാണുമ്പോഴും മോനിക്കാമ്മ പിന്നോക്കം പോയിട്ടില്ല. വീണ്ടും തന്റെ ആ ഉദ്യമത്തിൽ, തന്റെ മകനെ തിരിച്ചു നേടാനുള്ള ഉദ്യമത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ മനോവയുടെ ഭാര്യയും സാംസണെ തിരുത്തുന്നുണ്ട്. എന്നാൽ ആ തിരുത്തൽ അവൻ സ്വീകരിക്കുന്നില്ല, വീണ്ടും തെറ്റിലേക്ക് പോവുകയാണ്. തുടർന്ന് നമ്മൾ ആ സംഭവങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ തന്റെ മകനോടൊപ്പം ആ അമ്മ എപ്പോഴും തന്നെ ഉണ്ടായിരുന്നു. അവൻ തെറ്റിലേക്ക് പോകുന്നതെല്ലാം കണ്ട് വേദനിച്ചുകൊണ്ട് ആ അമ്മ അവനോടൊപ്പം ഉണ്ടായിരുന്നു. ഒരമ്മ എന്ന നിലയിൽ തന്റെ മകന് വേണ്ടുന്നതായ എല്ലാം ആത്മീയമായി അവൾ പ്രാർത്ഥിച്ച് അവനെ ഒരുക്കിയിട്ടുണ്ടാകണം. ഒടുവിൽ എന്താ സംഭവിച്ചേ? അവന്റെ നിയോഗം എന്തായിരുന്നു? ഇസ്രായേലിനെ തന്റെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുക, ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് അതിനെ രക്ഷിക്കുക എന്നതായിരുന്നു സാംസണ് കർത്താവ് കൊടുത്ത നിയോഗം. സാംസന്റെ അമ്മയോട് കർത്താവ് നൽകിയ വാഗ്ദാനം അതായിരുന്നു. അവസാനം അവന്റെ ജീവിതത്തിന്റെ അവസാനം എന്താ സംഭവിച്ചേ? നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. അവിടെ അവൻ ദാരുണമായ രീതിയിൽ ശത്രുക്കളാൽ പിടിക്കപ്പെടുകയാണ്. കർത്താവിന്റെ നിയമങ്ങൾ അവൾ അനുസരിക്കാതെ വന്നപ്പോൾ അവിടെ കർത്താവിന്റെ കരം അവന്റെ മേൽ നിന്ന് മാറിയപ്പോൾ ശത്രുക്കളുടെ ആ ഒരു ആക്രമണത്തിന് അവൻ ഇരയാവുകയാണ്. അവസാന നിമിഷങ്ങളിൽ കർത്താവിനെ വിളിച്ചവൻ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവിലേക്ക് അവൻ തിരികെ വരുന്നുണ്ട്. തുടർന്ന് അവസാനത്തിൽ കർത്താവിന്റെ വചനം എന്താ നമുക്ക് പറഞ്ഞു തരുന്നേ? ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 30-ാം തിരുവാക്യത്തിന്റെ അവസാന ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. മരണസമയത്ത് അവൻ കൊന്നവർ, കൊന്ന ഫിലിസ്ത്യർ ജീവിച്ചിരിക്കുമ്പോൾ കൊന്നവരേക്കാൾ അധികമായിരുന്നു. അവിടെ ഫിലിസ്ത്യരുടെ ആ ഒരു വലിയ ആക്രമണത്തിൽ നിന്ന് വലിയൊരു അറുതി സാംസണിലൂടെ കർത്താവ് അവിടെ വരുത്തുകയാണ്. അവന്റെ ജീവിതത്തിന്റെ നിയോഗം അവിടെ അവൻ പൂർത്തീകരിക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹെബ്രായരുടെ പുസ്തകത്തിൽ വിശ്വാസ വീരന്മാരുടെ പേരുകൾ നിരത്തുന്ന 11-ാം അധ്യായത്തിൽ സാംസന്റെ പേരും കർത്താവ് ചേർത്തിട്ടുണ്ട്. ഈ മനോവയുടെ ഭാര്യ അല്ലെങ്കിൽ സാംസന്റെ അമ്മയ്ക്ക് അതിൽ എത്രമാത്രം വലിയ പങ്കുണ്ടെന്ന് ഇതിനോടകം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അവിടെ തിരുവചനം എന്താ പറയുന്നേ? 11-ാം അധ്യായം, ഹെബ്രായരുടെ പുസ്തകം 11-ാം അധ്യായം 32-ാം തിരുവാക്യം. കൂടുതലായി എന്താണ് ഞാൻ പറയേണ്ടത്? ലേഖകൻ ചോദിക്കുകയാണ്, കൂടുതലായിട്ട്, അതായത് ഇതിനോടകം ഒത്തിരിയേറെ വിശ്വാസ വീരന്മാരെ കുറിച്ച് പ്രതിപാദിച്ചു കഴിഞ്ഞു. കൂടുതലായിട്ട് എന്താണ് ഞാൻ പറയേണ്ടത്? തുടർന്ന് പറയുകയാണ്, ഗിദയോൻ, ബാറക്, സാംസൺ, ജഫ്ത, ദാവീദ്, സാമുവേൽ ഇവരെക്കുറിച്ചും പ്രവാചകന്മാരെ കുറിച്ചും പ്രതിപാദിക്കാൻ സമയം പോരാ. എന്തുകൊണ്ടാ ലേഖകൻ അവരെ കുറിച്ചൊന്നും പ്രതിപാദിക്കുന്നത്? സമയം പോരാ എന്നാ പറയുന്നത്. അക്കൂട്ടത്തിൽ നമ്മുടെ സാംസണുമുണ്ട്. വീരനായി വിശ്വാസ വീരന്മാരുടെ നിരയിൽ സാംസണെ കർത്താവ് ചേർത്തിട്ടുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ കർത്താവിനുണ്ടായിരുന്ന നിയോഗം, അവന്റെ വിളി അവൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൽ ഈ അമ്മയ്ക്കുണ്ടായിരുന്ന പങ്കാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒരമ്മ എന്ന നിലയിൽ സാംസന്റെ അമ്മ വളരെ വിജയകരമായി പൂർത്തീകരിച്ചു. അവളുടെ വിളി അതനുസരിച്ച് ആദ്യം മുതൽ അവൾ ജീവിച്ചു. മകൻ തെറ്റിലേക്ക് പോകുമ്പോഴും ആ വിളിയോട് അവൾ വിശ്വസ്തയായിരുന്നു. തന്റെ മകന്റെ ആ ഒരു നിയോഗം പൂർത്തീകരിക്കുന്നതിൽ ആ അമ്മയ്ക്ക് വലിയ പങ്കുണ്ടായിരുന്നു.
എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഒരു ഭാര്യ എന്ന നിലയിൽ, ഗർഭിണിയായ അമ്മ എന്ന നിലയിൽ, വീണ്ടും അമ്മ എന്ന നിലയിൽ അവൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് ഇതെല്ലാം സ്വീകരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. കർത്താവ് നൽകുന്ന പാഠങ്ങൾ അനുസരിച്ച് നമ്മുടെ ജീവിതങ്ങൾക്ക് ആവശ്യമായ മാറ്റങ്ങൾ വരുത്താം. നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാര്യ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിലൊക്കെ ഓരോ വിളികളുണ്ട്. ആ വിളിക്കനുസൃതം ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതുപോലെ നമ്മൾ നടത്തുന്ന ഓരോ ജീവിതങ്ങളിലൂടെ നമുക്ക് ആവശ്യമായതെല്ലാം നമുക്ക് പറഞ്ഞു തരുന്ന നമ്മുടെ കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആരാധിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഒപ്പം തന്നെ ഈ ജീവിതങ്ങളിലൂടെ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് ഒരുമിച്ച് നാം ആയിരിക്കുന്നിടത്തിരുന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പാടി ആരാധിക്കുവാനായിട്ട് ഒരുങ്ങാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയുടെ വിശ്വസ്തതയെ ഓർത്ത്, അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് കർത്താവേ ഞങ്ങൾ നന്ദി പറയുന്നു. രാത്രിയിലുള്ള നിന്റെ കരുതലിനും ഹല്ലേലൂയ, രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും നന്ദി ഈശോയെ. രാത്രിയിലുള്ള നിന്റെ കരുതലിനും ഹല്ലേലൂയ, രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത, ഹല്ലേലൂയ. എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത. നന്ദി ഈശോയെ. യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്നിട്ടും അങ്ങ് ഞങ്ങളെ വിശ്വസ്തയോടെ കാത്തു പരിപാലിക്കുന്ന അങ്ങയുടെ അനന്തമായ സ്നേഹത്തെ ഓർത്ത് കർത്താവേ ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ അവിശ്വസ്തരായിരുന്നപ്പോഴും ഞങ്ങൾ കരുതുന്ന അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങക്ക് വിളിക്കനുസരിച്ച് ജീവിക്കാനുള്ള കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. അബ്രഹാമിന്റെ ദൈവം വിശ്വസ്തനല്ലോ, ആമേൻ, ആമേൻ. മോശയുടെ ദൈവം സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ. അബ്രഹാമിന്റെ ദൈവം വിശ്വസ്തനല്ലോ, മോശയുടെ ദൈവം സൗഖ്യമാക്കുന്നു. ദാനിയേലിന്റെ ദൈവം വാക്കുമാറാത്തോൻ, ഹന്നായുടെ ദൈവം കണ്ണുനീർ മാറ്റും. വിശ്വസിക്കുന്നു ഈശോയെ. ദാനിയേലിന്റെ ദൈവം വാക്കുമാറാത്തോൻ, ഹന്നായുടെ ദൈവം കണ്ണുനീർ മാറ്റും. ഹല്ലേലൂയ. എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത, ഈശോയെ. എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത. ഹല്ലേലൂയ. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത, ഹല്ലേലൂയ. എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത, ഈശോയെ ആരാധന. യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത, ഹല്ലേലൂയ. യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി പറയുന്നു. അങ്ങനെ ഞങ്ങളെ കരുതുന്ന അങ്ങയുടെ സ്നേഹത്തിനായിട്ട്, ഞങ്ങളെ വഴി നടത്തുന്ന അങ്ങയുടെ സ്നേഹത്തിനായിട്ട്, തെറ്റിലേക്ക് പോകുമ്പോൾ ഞങ്ങളെ തിരുത്തുന്ന അങ്ങയുടെ സ്നേഹത്തിനായിട്ട്, ഞങ്ങളുടെ വിളിയെക്കുറിച്ച് ബോധ്യം നൽകുന്ന അങ്ങയുടെ സ്നേഹത്തിനായിട്ട് കർത്താവേ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, സാംസന്റെ അമ്മയിലൂടെ കർത്താവ് നമുക്ക് നൽകിയ പാഠങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഉൾക്കൊള്ളാം. ഒരമ്മ എന്ന നിലയിൽ, ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ ഒരു ഭാര്യ എന്ന നിലയിൽ, എല്ലാറ്റിലും ഉപരി ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ മനോവയുടെ ഭാര്യ, സാംസന്റെ അമ്മ നമുക്കൊക്കെ വലിയ മാതൃകയാണ്. കർത്താവ് നൽകിയ പാഠങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളാം. പരസ്പരം പ്രോത്സാഹിപ്പിച്ച് സ്നേഹിച്ച് ഐക്യത്തിൽ നമ്മുടെ വിശ്വാസയാത്രയിൽ നമുക്ക് മുൻപോട്ട് പോകാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652.